ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ്. കൺമണിയുടെ മുടി ഇതുവരെ വെട്ടിയിട്ടില്ല. അപ്പോൾ കൺമണിയുടെ മുടി ആദ്യമായിട്ട് വെട്ടാൻ പോവുകയാണ്. വെട്ട് മാത്രമല്ല, മുട്ടയടിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്, എങ്ങനെയാവും എന്നറിയില്ല. നോർമലി മുടി ചീവാൻ പോലും സമ്മതിക്കാത്ത ആളാണ്. തലയിലൊരു ഹെയർ ക്ലിപ്പ് വയ്ക്കാനോ അല്ലെങ്കിൽ ഒന്ന് ബുഷ് വെച്ചിട്ട് കെട്ടാനോ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ അത് കാരണം എന്താവും എന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. മുടി വെട്ടാൻ പോവല്ലേ അല്ലേ കണ്ടു? ആ ടാറ്റാ. എടാ, നിനക്ക് ടെൻഷൻ ഉണ്ടോ? സമ്മതിക്കുമോ മുടി വെട്ടാൻ? ചെറുതായിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. കൺമണി ഇന്ന് മുട്ടയടിക്കാൻ പോവുകയാണേ. റിയാക്ഷൻ പറയാൻ പറ്റില്ല, ചിലപ്പോ കരയോ ഇരിക്കുമെന്ന് പോലും അറിയില്ല. പോയിട്ട് വരട്ടെ, അവസാനമായിട്ടാണ് ഇപ്പൊ കാണാൻ. കാരണം ഇത്രയും മുടി ഇത്തിരിയായിട്ട് വളർത്തി കൈ തൊട്ടാൽ പോലും തലയിലേക്ക് കൈ വെക്കുന്ന ആളായതുകൊണ്ട് മുടി വെട്ടാനൊന്നും വീഴുമെന്ന് അറിയില്ല. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. കമ്പനി കരയരുതേ, ഇകളാവണേ. ആ ഞാൻ ഓക്കെ, ഇപ്പൊ വെട്ടിയിട്ട് കാണാം. കൺമണിക്ക് യാത്ര പോകാൻ ഇഷ്ടമായത് കാരണം അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പാവം കൺമണിക്കറിയില്ലല്ലോ മുട്ടയടിക്കാനാണ് കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ സലൂണിലെത്തി. കൺമണി ഇത് ഇങ്ങോട്ട് നോക്കി. സ്റ്റാർട്ടിങ്ങിൽ കൺമണി നല്ല മിടുക്കിയായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ കാമായിട്ടിരുന്നെങ്കിലും പിന്നെ പിന്നെ ആള് ഭയങ്കര കരച്ചിലായി. കൺമണിയുടെ കരച്ചിൽ കണ്ട് അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും മാറി മാറി വന്ന് ഓരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ഫോണിൽ കാർട്ടൂൺസ് വയ്ക്കുന്നു, കാർട്ടൂണിന്റെ സോങ്സ് വയ്ക്കുന്നു, കോക്കോമെലൺ വയ്ക്കുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. കൺമണി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അതിനിടയ്ക്കൊന്ന് ഫീഡ് ചെയ്യാൻ നോക്കി, ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ വെട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് മുടി വെട്ടി അവസാനം. പിന്നെ കൺമണി ഭയങ്കര കൂളായിട്ടോ. ഈ ഒരു ജീപ്പ് ചെയറിൽ ഇരുത്തിച്ചാണ് കുട്ടികളുടെ എല്ലാം മുടി വെട്ടുന്നത്. വന്ന വഴി ഇതിൽ ഇരുത്താൻ നോക്കിയിട്ട് ആളിരുന്നില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ആള് പിന്നെ ഇറങ്ങണമില്ല. അതിൽ പാട്ടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ മാമൻ മുടി വെട്ടുന്ന നേരം കൊണ്ട് കൺമണി ആകെ കൂളായി. അങ്ങനെ ഞങ്ങൾ മുട്ടക്കുട്ടിയായി. പക്ഷെ നല്ല വിഷമമുണ്ട് കേട്ടോ. മുടിയോടുകൂടി കണ്ടിട്ട് ഇപ്പൊ മുടിയില്ലാതെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമാണ്. അത് പിന്നെ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അപ്പൊ ഞങ്ങളുടെ മുട്ടയടി വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.